പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മരുഭൂമിയുടെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വരണ്ട നിലത്തെ പോലെ എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു അനുഭവം. ഒരുപക്ഷെ നാം നന്നായി പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെ ആകാം. എങ്കിലും ഒരു പ്രത്യേക സമയങ്ങളിൽ ആ ദൈവസ്നേഹവും ആ കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നാം ക്ഷീണിച്ചും മടുത്തും പോകരുത്. നാം അന്വേഷിക്കുന്നത് ദൈവമുഖത്തിലേക്കായിരിക്കണം. ആ ദൈവമുഖത്തെ നാം അന്വേഷിക്കണം. ആ ദൈവത്തെ തന്നെ നാം അന്വേഷിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, അല്ലെങ്കിൽ തൻ്റെ അനുഭവത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് വിളിച്ചു പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിൻ്റെ അല്ലെങ്കിൽ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതേപോലെ വരണ്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തെ നോക്കിയിരിക്കുന്ന അനുഭവം, ദൈവത്തെ കാണുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വരണ്ട നിലത്തെ നീറുകൾ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. പലപ്പോഴും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും മാനുഷിക ബന്ധങ്ങൾ, മനുഷ്യരിലൊക്കെ നാം ആശ്രയിക്കും, അല്ലെങ്കിൽ മറ്റു പലതിൽ ആശ്രയിക്കും. എന്നാൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ, ദാഹിച്ച് വരളുന്ന അനുഭവത്തിൽ നമ്മുടെ മരുഭൂമിയെ മാറ്റി ദാഹജലം തരുവാൻ, തൃപ്തി വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവാണ് നമുക്ക് തൃപ്തി വരുത്തുന്നത്, ആർത്തുള്ളവന് തൃപ്തി വരുത്തുന്നൊരു ദൈവം. വെറും തൃപ്തി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സംതൃപ്തി തരുന്നൊരു ദൈവം. എപ്പോഴും ഓർക്കുക, മരുഭൂമി യാത്രയിൽ നാം ദാഹിച്ച് തളരുമ്പോൾ പറ്റാത്ത തെളിനീരുറയുമായി നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മൾ ലക്ഷ്യം തെറ്റാതെ ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ടിടയായിത്തീരും. പക്ഷേ 55 പറയുന്ന, മരുഭൂമിയെ മണ്ണനിലും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വം, കർമ്മേലിൻ്റെ ഷാരോൻ്റെ ശോഭ അതിനും കൊടുക്കപ്പെടും. അവരുടെ ഹോടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. പ്രിയരെ, ഈ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റി ആനന്ദവും ഉല്ലാസം തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നാം ആശ്രയം വയ്ക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. ലക്ഷ്യം തെറ്റാതെ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താം. നമ്മുടെ ആവശ്യങ്ങൾ പറയാം. നമ്മുടെ മരുഭൂമിയെ മാറ്റിത്തരുവാൻ അവിടത്തേക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.